ശക്തമായ പാക് പ്രകോപനം തകർത്ത ഇന്ത്യൻ സേന. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 10ഇടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും തകർത്തുവെന്നും പറയുന്നുണ്ട്. ജമ്മു കശ്മീരിലെ സാംബയിലടക്കം പാക് ഡ്രോണുകൾ എത്തിയെന്നാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പറയുന്നത്. ഇവ തകർത്തതായും സേനാവൃത്തങ്ങളെ ഉദ്ധരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. തുടർന്ന് അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ലൈറ്റണച്ച് ജാഗ്രത പാലിച്ചു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പാക് പ്രകോപനം. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പിന് ശേഷമാണ് ഈ ഡ്രോൺ ആക്രമണമെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत के ड्रोन्स, भारत की मिसाइलों ने सटीकता के साथ हमला किया। पाकिस्तानी वायुसेना के उन एयरबेस को नुकसान पहुंचाया जिस पर पाकिस्तान को बहुत घमंड था। भारत ने पहले 3 दिनों में ही पाकिस्तान को इतना तबाह कर दिया जिसका उसे अंदाजा भी नहीं था। इसलिए भारत की आक्रामक कार्रवाई के बाद पाकिस्तान बचने के रास्ते खोजने लगा। पाकिस्तान दुनिया भर में तनाव कम करने के लिए गुहार लगा रहा था. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി സൈന്യത്തിന്റെ അസാമാന്യ ധീരതയെ പ്രശംസിച്ചു. പാക് ഭീകരവാദത്തെ ഓർമ്മിപ്പിച്ച് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നും പാകിസ്ഥാനുമായി ചർച്ച നടന്നാൽ അത് പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാമിലേത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് പറഞ്ഞ മോദി സിന്ദൂർ എന്നത് വെറും പേരല്ല, ഇതിൽ രാജ്യത്തിന്റെ വികാരമുണ്ടെന്ന് വ്യക്തമാക്കി. ഭീകരരുടെ പരിശീലന കേന്ദ്രത്തിൽ കയറി ഇന്ത്യ മറുപടി നൽകി. ഭീകരതയ്ക്ക് അർഹിച്ച മറുപടിയാണ് നൽകിയതെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.